നമസ്കാരം. ഖത്തർ ഏത് നിമിഷവും വീണ്ടും ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള സൂചന നൽകി വീണ്ടും നെതന്യാഹു രംഗത്തെത്തി കഴിഞ്ഞു. കിട്ടിയ അവസരത്തിൽ പണികൊടുത്തതാണ് എന്നും അത് തുടരാൻ ഇനിയും മടിക്കില്ല എന്നുമാണ് നെതന്യാഹുവിന്റെ ഭീഷണി. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുൾപ്പെടെ അധിവസിക്കുന്ന ഖത്തർ പോലൊരു രാജ്യത്തിന് നേർക്കുയരുന്ന ഭീഷണി പ്രവാസികളെയും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ല എന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് രംഗത്ത് വന്നത്. ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ല എങ്കിൽ വീണ്ടും ഖത്തറിൽ ആക്രമണം നടത്തുമെന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണി. ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ നെതന്യാഹു അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവേ ഹമാസ് പ്രതിനിധികളെ ലക്ഷ്യമിട്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഖത്താറയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഉയരുന്ന വ്യാപക പ്രതിഷേധം പരിഗണിക്കാതെയാണ് ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ ഖത്തർ അപലപിച്ചിട്ടുണ്ട്. ഖത്തറിനെ ലക്ഷ്യമിട്ടുള്ള ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തെയും ഭാവിയിൽ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുമെന്ന വ്യക്തമായ ഭീഷണിയെയും ന്യായീകരിക്കാനുള്ള ലജ്ജാകരമായ ശ്രമം എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവനയോടുള്ള ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന അമേരിക്കയും ഇസ്രയേലും അഭ്യർത്ഥിച്ചത് പ്രകാരമുള്ള ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ചട്ടക്കൂടിലാണ് എന്ന് നെതന്യാഹുവിന് പൂർണ്ണമായും അറിയാമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇസ്രയേലിന്റെ ആക്രമണം ഭരണകൂട ഭീകരതയാണ് എന്ന് ഖത്തർ പ്രധാനമന്ത്രി വിമർശിച്ചു. CNN നൽകിയ അഭിമുഖത്തിലായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുടെ പ്രതികരണം. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഖത്താറയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിനു പിന്നാലെ പ്രധാന നേതാക്കളെല്ലാം സുരക്ഷിതരാണ് എന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 6 പേർ കൊല്ലപ്പെട്ടതായും ഹമാസ് സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഖാലിദ് അൽഹയുടെ മകനും അടുത്ത സഹായിയും ഉൾപ്പെടുന്നതായി ഹമാസ് വ്യക്തമാക്കി. ആക്രമണം നടക്കുമ്പോൾ ഹമാസിന്റെ പ്രധാന നേതാക്കൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ച കെട്ടിടത്തിൽ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അധിനിവേശത്തിന്റെ ക്രിമിനൽ സ്വഭാവവും ഒരു കരാറിലെത്താനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ആഗ്രഹവും വെളിപ്പെടുത്തുന്നതാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്നും ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയ്ക്ക് സമീപം ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിച്ചു. ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയതെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. ഹമാസ് നേതൃത്വത്തിനെതിരെ ഇന്ന് നടന്ന ഓപ്പറേഷൻ പൂർണ്ണമായും ഇസ്രായേൽ നടത്തിയതാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ഇസ്രയേലാണ് അതിന് മുൻകൈ എടുത്തത് എന്നും ഇസ്രയേൽ നടപ്പിലാക്കിയെന്നും ഇസ്രയേൽ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും രംഗത്ത് വന്നിരുന്നു. ദോഹയിലെ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ സാധാരണ പൗരന്മാർക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നും IDF വ്യക്തമാക്കുന്നു. എങ്കിലും പ്രവാസ ലോകം ആശങ്കയിലാണ് എന്ന് പറയേണ്ടതില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച